നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര ക്യാമ്പസിൽ ആരംഭിച്ച കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആന്ധ്ര ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം, സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മോഡൽ പദവി ലഭിച്ച ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനത്തോടെ നിലവിൽ വന്നു. തെക്കുംകര വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ BJP സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. മച്ചാട് സാന്ത്വനം സൊസൈറ്റി തെക്കുംകര പഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ക്യാമ്പസിൽ പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി പ്രകാരം ആരംഭിക്കുന്ന കോമൺ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സാമ്പത്തിക സാങ്കേതിക വിപണന പിന്തുണ നൽകുന്നതിനായി രൂപവൽക്കരിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് PMFME പദ്ധതി. കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ സ്ഥാപിച്ച ഇൻക്യുബേഷൻ ഫെസിലിറ്റി കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ 2.25 കോടി രൂപയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പൂർത്തിയാക്കിയത്. കേരളത്തിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യ സംസ്കരണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. സ്റ്റാർട്ടപ്പുകൾക്കും ചെറിയ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്കും ഇൻക്യുബേഷൻ ഫെസിലിറ്റി ലഭ്യമാക്കുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സാങ്കേതിക ബിസിനസ് പിന്തുണ നൽകുന്നതാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് 60:40 എന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷനുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സർക്കാർ ഇതര ഓർഗനൈസേഷൻ, സ്വയം സഹായ സംഘം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ എന്നിവയെ പിന്തുണയ്ക്കുന്നതിലൂടെ PMFME പദ്ധതി പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കൽ, ബ്രാൻഡിംഗ്, വിപണനം എന്നിവയ്ക്കുള്ള അവസരമൊരുക്കുന്നു. 8485 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ അത്യാധുനിക കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റി കേന്ദ്രത്തിൽ 600-ലധികം സൂക്ഷ്മ ഭക്ഷ്യ സംരംഭകർക്ക് ആധുനിക യന്ത്ര സാമഗ്രികൾ, പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിലൂടെ ഉന്നതിയിലേക്ക് ഉയർത്താനുള്ള വഴി തുറക്കുന്നു. അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ കാർഷിക മേഖലയിലെ അസംസ്കൃത വസ്തു ഉൽപ്പന്നത്തെ അസംസ്കൃത വസ്തുവായി കണ്ട് അതിനെങ്ങനെ കൂടുതൽ വാല്യൂ ആഡ് ചെയ്യുന്നതാണ്. ഇന്നലെ കൊച്ചിയിൽ വ്യവസായ വകുപ്പ് മുൻകൈയെടുത്ത് കയറ്റുമതിക്കാരുടെ ഉപയോഗം ചെയ്യുകയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ രാവിലെ ഒരു താരിഫ് ആയിരിക്കും, ഉച്ചയ്ക്ക് വേറെ താരിഫ്, വൈകുന്നേരം വേറെ താരിഫ്. അപ്പം അങ്ങനെ വളരെ ഫ്ലക്ച്വേറ്റിംഗാണ് നമ്മുടെ ഈ മേഖലയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കാം? അപ്പോൾ അവിടെ വന്ന അഭിപ്രായങ്ങളൊന്ന് എങ്ങനെ വാല്യുവേഷൻ കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഫ്രോസൺ ആയിട്ടുള്ള പ്രോൺസ് കൊണ്ടുപോകുന്നതിന് പകരം റെഡി ടു ഈറ്റ് ആയിട്ടുള്ള പ്രോൺസ് കൊണ്ടുപോയാൽ എങ്ങനെ മാർക്കറ്റിൽ കൂടുതൽ പിടിക്കാൻ കഴിയും, മറ്റ് മേഖലയിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാൻ കഴിയും. ഇത്തരം ചർച്ചകൾ ഇന്നലത്തെ ദിവസം വരികയില്ല. ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തക്ക തന്നെ 10-50,000 കോടിയുടെ ഒരു വർഷം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ചക്ക ഉൽപ്പന്നമാണെങ്കിലും ഞങ്ങൾക്ക് ചക്ക അതേപടി കിട്ടിയ റോ മെറ്റീരിയൽ ആവില്ല. ചക്ക അത് പ്രോസസ്സ് ചെയ്ത് കിട്ടുമ്പോഴേ നമ്മുടെ ഒരു പ്രീ പ്രോസസ്സിങ് ആവശ്യമായിട്ട് വരും, റോ മെറ്റീരിയലായി മാറ്റാൻ തന്നെ. ചക്ക ഇത്ര നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് ചക്ക ഇറക്കുമതി ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. ചക്കയേറ്റൽ ഇറക്കുമതി ചെയ്യുന്നു, കൃത്യ അളവിൽ കട്ട് ചെയ്തിട്ട്
രേഖ വന്നിട്ട് പ്രോസസ്സ് ചെയ്യാവുന്ന രൂപത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ചില സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ചക്കയാണെങ്കിൽ വീണ് ചീഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്. മഴ പെയ്താൽ പിന്നെ ചക്ക പെട്ടെന്ന് വെള്ളം കയറുക, പ്രശ്നമായി രുചി പോയി പറ്റാത്ത രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. ഇതെങ്ങനെ നമുക്ക് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് സഹായകരമാക്കി മാറ്റാൻ കഴിയും, എങ്ങനെ കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും, അതാണ് വ്യവസായ വകുപ്പ് ശ്രമിക്കുന്നൊരു ഭാഗം എന്നുള്ളത്. അതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ MSMEകൾ, ഇപ്പോൾ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഞങ്ങൾ സംരംഭക വർഷം പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഒരു വർഷം 1 ലക്ഷം സംരംഭമാണ് മുന്നോട്ട് വച്ചിരുന്നത്. ഗുണകരമാകില്ല എന്ന് എനിക്കറിയാം. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം, വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി നമ്മളോട് സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ 7-ാം തീയതി ജനുവരി 7 തൃശ്ശൂരിൽ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘാടക സമിതി യോഗം ഉച്ച മുതൽ തൃശ്ശൂരിൽ നടക്കുക. ഔപചാരികമായിട്ടാണ് സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ അതിലുപരി അധ്യക്ഷനായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിക്ക് പോകാൻ കൂടി തിരക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ആദ്യം ഉദ്ഘാടന പ്രസംഗം നടത്തി സംസാരം. ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനു സമീപം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടുകൂടി സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ വരുന്ന ദിവസങ്ങളിൽ ചുഴലിക്കാറ്റ് പ്രവർത്തനത്തിന് ശക്തി പകരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഓഗസ്റ്റ് 1, 11 തീയതികളിൽ സാധാരണ ലഭിക്കേണ്ട ശരാശരി മഴയായ 179 മില്ലിലിറ്റർ മഴയെ അപേക്ഷിച്ച് കേരളത്തിൽ 75.4 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജൂൺ 1 തീയതി മുതൽ ഇതുവരെ കേരളത്തിൽ മഴയുടെ മൊത്തത്തിലുള്ള കുറവ് ഇപ്പോൾ 15% വർദ്ധിച്ചു. കാലവർഷം ഇനിയും ദുർബലമായി തുടർന്നാൽ മൺസൂൺ കുറവുള്ള സീസണായി ഈ വർഷം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചായി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 2ാമത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ് തൃശൂരിലേത്. സംസ്ഥാന തലത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നടപ്പിലാക്കുന്ന സ്മാർട്ട് കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സ്മാർട്ട് കാർഡ് വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എംപ്ലോയ്മെന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാന തലത്തിൽ എല്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലും രജിസ്ട്രേഷൻ ചെയ്ത എല്ലാവർക്കും സ്മാർട്ട് കാർഡ് എന്ന നൂതന സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സ്മാർട്ട് കാർഡ് വിതരണം നടപ്പിലാക്കുന്നത്. പരമ്പരാഗതമായി നൽകിവരുന്ന പേപ്പർ കാർഡുകൾക്ക് പകരം ഉദ്യോഗാർത്ഥിയുടെ പേര്, രജിസ്റ്റർ നമ്പർ, ജനനത്തീയതി തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്മാർട്ട് കാർഡുകളാണ് ലഭ്യമാവുക. ഈ കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ അവരുടെ പ്രൊഫൈൽ എളുപ്പത്തിൽ കാണാൻ പറ്റും. കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സഹായിക്കും. ഓൺലൈൻ പോർട്ടലിൽ നിന്ന് വിവരങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കാൻ സാധിക്കും. തൊഴിൽ അന്വേഷകരും തൊഴിൽ ദാതാക്കളും ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ സൗഹൃദപരവും ആധുനികവുമായ സേവനങ്ങൾ നൽകുക എന്നതാണ് മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ ലക്ഷ്യം. കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ എംപ്ലോയ്മെന്റ് ഡയറക്ടർ സൂഫിയാൻ അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ കൌൺസിലർ റെജി ജോയ്, എംപ്ലോയ്മെന്റ് ജോയിന്റ് ഡയറക്ടർ PK മോഹൻദാസ്, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ R അശോകൻ എന്നിവർ സംസാരിച്ചു. തെക്കുംകര വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത BJP കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പുന്നമ്പറമ്പ് സെന്ററിൽ പ്രതിഷേധ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഹീവിക് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, നേതാക്കളായ VA ഷാജി, TV പൗലോസ്, KR സന്ദീപ്, EG ജോജു, KM അബ്ദുൾ സലാം, AK വാവുട്ടി, MT വറീദ്, PN സുരേന്ദ്രൻ, സന്തോഷ് എറക്കാട്ട്, വിജോയ് കുറ്റിക്കാടൻ, ജെയിംസ് കുണ്ടുകുളം, PJ അലക്സി, AA ബഷീർ, NC ജോഷി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ VA ഷിജോ, ദുർഗാദാസ്, അനൂപ് സെബാസ്റ്റ്യൻ, അഹ്സാൻ ഷെയ്ഖ്, റോൺസ് റോയ്, PN സാബിത്, അഫ്നാസ് ചെമ്പോട്, PT ഔസേബ്, മുസ്തഖ് ഷേഖ്, PO റപ്പായി, അഫ്സൽ തെക്കുങ്കര എന്നിവർ പ്രതിഷേധ സായാഹ്ന സദസ്സിന് നേതൃത്വം നൽകി. വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ മുറിവേൽക്കപ്പെടുകയാണ്.
ഇന്ത്യ പറയുന്ന കാഴ്ചപ്പാടിനെ മുറിവേൽക്കപ്പെടുകയാണ്. 2024 അധികാരത്തിൽ വരേണ്ടിരുന്ന, ജനങ്ങളെ സേവിക്കുന്ന, ജനാധിപത്യം നിലനിർത്തുന്ന, ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരുന്നു എന്ന വിശ്വാസം ഇന്ന് കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെക്കുകയാണ്. കാരണം അത് കോൺഗ്രസ്സുകാർ മാത്രം നൽകിയ വിജയമല്ല, മറിച്ച് ഇന്ത്യയിലെ മുഴുവനായിരിക്കുന്ന ജനങ്ങൾ ഈ വർഗീയതക്കെതിരെ, മതേതരത്വം നശിപ്പിക്കുന്ന ഈ വർഗീയ വിഷയങ്ങൾക്കെതിരെ ഉത്തരം നൽകിയ വോട്ടെടുപ്പായിരുന്നു 2024 നടന്നത്. പക്ഷേ അതെല്ലാം തട്ടിപ്പിലൂടെ, അതെല്ലാം ഇലക്ഷൻ കമ്മീഷനെ വെച്ചുകൊണ്ട്, അതെല്ലാം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ട് തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് RSS മുന്നോട്ട് പോയി. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മാധ്യമങ്ങളെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി വിവരിക്കാൻ തയ്യാറാകുകയാണ്. രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യം തോറ്റതല്ല തോൽപ്പിച്ചതാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് ആദ്യമേ തന്നെ പറയുവാൻ രാഹുൽ ഗാന്ധി തയ്യാറായി. രാഹുൽ ഗാന്ധി പറഞ്ഞ ആദ്യവാചകം തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഹൃദയത്തിലേക്ക് പെടുത്തത്. ഇന്ത്യൻ ജനാധിപത്യം തോറ്റതല്ല, ചിലർ തോൽപ്പിച്ചതാണ് എന്ന്. എങ്ങനെ തോൽപ്പിച്ചു എന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയുമെന്ന് പറഞ്ഞു. കർണാടക എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന, വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് എങ്ങനെ കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോയതെന്ന് രാഹുൽ ഗാന്ധി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വിധിയെഴുതി. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ ഭരണത്തിലിരിക്കുന്ന സമയമല്ല, എന്നിട്ട് വരെ 18 സീറ്റുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ BJPയുടെ നേതാവ് പറഞ്ഞു, ജയിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ തെറ്റില്ല. ശ്രീ കേരളവർമ്മ കോളേജിലെ PG ബ്ലോക്ക് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മികച്ച വിദ്യാർത്ഥിക്ക് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പുരസ്കാരവും നൽകുന്നു. ശ്രീ കേരളവർമ്മ കോളേജിൽ പുതിയതായി നിർമ്മിച്ച PG ബ്ലോക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയായിരുന്നു. തന്റെ അധ്യാപന കാലത്തിനുശേഷം സർക്കാരിൽ നിന്ന് ലഭിച്ച റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളിൽ നിന്ന് 2 ലക്ഷം രൂപ ശ്രീ കേരളവർമ്മ കോളേജിന് കൈമാറി. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന സന്ദേശിന്റെ സ്മരണാർത്ഥം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കേരളവർമ്മ കോളേജിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നൽകുമെന്ന് മന്ത്രി ചടങ്ങിൽ അറിയിച്ചു. നിലവിലെ കേരളവർമ്മ കോളേജ് ചെയർപേഴ്സണും കലാകാരിയുമായ ഗോപിക നന്ദനയെ ആദ്യ അവാർഡ് ജേതാവായി തിരഞ്ഞെടുത്തു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, കലാകായിക മണ്ഡലങ്ങളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമാണ് കേരള സർക്കാർ പൈതൃക കലാലയ പദ്ധതിയിൽ ശ്രീ കേരളവർമ്മ കോളേജിനെ ഉൾപ്പെടുത്തിയത്. ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ പേറ്റന്റ് ആർജിച്ചെടുക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സൃഷ്ടിക്കാനും കോളേജിന് കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളിലും മുൻ വർഷം മുതൽ 3 വർഷം കഴിയുമ്പോൾ ബിരുദം നേടി എക്സിറ്റ് ചെയ്യാനും താൽപര്യമുള്ളവർക്ക് 4ാം വർഷം തുടർന്ന് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റുള്ള ഓണേഴ്സ് ബിരുദം നേടാനും ഗവേഷണത്തിൽ താൽപര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടാനും കഴിയുന്ന തരത്തിൽ 4 വർഷ ബിരുദ പ്രോഗ്രാം വിജയകരമായി നടപ്പിൽ വരുത്തി. പഠന കാലയളവ് സ്വയം ക്രമീകരിച്ച് വേഗത്തിൽ ബിരുദം നേടാനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക അട്ടിമറി വെളിപ്പെടുത്തലിലൂടെ തൃശൂരിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തൃശൂർ DCC നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് മുൻ DCC സെക്രട്ടറി യതീന്ദ്രദാസ്. 2018 മത്സരിച്ച TN പ്രതാപന് കിട്ടിയ വോട്ടിൽ നിന്നും 86,965 വോട്ടുകൾ മുരളീധരന് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണെന്നും സംസ്ഥാനത്തെ 20ൽ 19 സീറ്റും UDF നേടിയപ്പോൾ തൃശൂർ മാത്രം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചിരിക്കുകയാണ്. അത് പുറത്തുവിടണമെന്ന് യതീന്ദ്രദാസ് ആവശ്യപ്പെട്ടു. BJP വിജയത്തിന് വഴിയൊരുക്കിയ നേതാക്കളെ വച്ചുകൊണ്ടുവരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റമ്പുമെന്നും കോൺഗ്രസിന്റെ മുഖമുദ്രയായ മതേതര ജനാധിപത്യം സാധാരണക്കാരായ കോൺഗ്രസ് അനുഭാവികൾ രംഗത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും പാലോട് രവിയുടെ പ്രസ്താവനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് വലിയ തമാശയാണെന്നും 1 വർഷം മുൻപ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച താൻ മെമ്പർ പോലുമല്ലെന്നും യതീന്ദ്രദാസ് പറയുന്നു. കോൺഗ്രസിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ പേരിൽ സ്വകാര്യ സംഭാഷണത്തിൽ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ള പത്രവാർത്തകൾ അത് കണ്ടപ്പോൾ ഞാനത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടു. അതിനുശേഷം മാതൃഭൂമി പത്രത്തിലാണത് ഞാൻ കണ്ടത്. അതിൻ്റെ കട്ടിങ് വെച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ, അത് പരിഹരിക്കേണ്ടതല്ലേ എന്നുള്ള ഉദ്ദേശത്തിലുള്ള പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കാണുന്നത് എന്നെ ആ വാർത്ത കണ്ടിട്ട് തന്നെ 1-2 ചാനലുകാരും വിളിച്ചു വെച്ചിങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. കൈരളിയിൽ വാർത്ത കണ്ടു, ഞാൻ അങ്ങനെ പ്രസ്താവന ഇറക്കിയെന്ന് എന്നെ പുറത്താക്കിയിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത കാണുകയും ചെയ്തു. ഞാനിപ്പോഴും ആ പറഞ്ഞ കാര്യങ്ങളിൽ ആണ് കുറേ കൂടി ചെയ്തിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ വാർത്തയിൽ നടന്നിരിക്കുന്നത് തൃശ്ശൂർ BJP കള്ളവോട്ട് ചേർത്തുകൊണ്ടാണ് കെ മുരളീധരൻ പരാജയപ്പെട്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ 2018 തെരഞ്ഞെടുപ്പിൽ ശ്രീ ടി.എം. പ്രതാപന് കിട്ടിയതിനേക്കാൾ 85,000 പരം വോട്ട് മുരളീധരന് കുറഞ്ഞിരുന്നു. അപ്പോൾ അതും BJP ചേർത്തായിട്ട് എല്ലാ പാർട്ടിക്കാരും ആരോപിക്കുന്നത് 40,000 മുതൽ 60,000 വരെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തെളിവുകൾ അതൊന്നും മാധ്യമങ്ങളിൽ വരുന്നത് കാര്യം. അപ്പോൾ അത് രണ്ടും കൂടി പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകന്മാരെ, മതേതര വിശ്വാസികളെ, തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന DCCയുടെ നേതാക്കന്മാരും മുൻ MP-യും ഉൾപ്പെടെയുള്ളവർ വഞ്ചിക്കുകയാണ്. മതേതരത്വത്തിനെതിരായിട്ടുള്ള നിലപാടിനെ അവർ സംരക്ഷിക്കാതെ വർഗീയവാദികൾക്ക് കൂട്ടുനിൽക്കുക എന്നുള്ളതിൻ്റെ ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. ഇടവേള. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. PG വന്യജീവി ഡിവിഷന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേന അംഗങ്ങൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. PG NEC ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷനായി. തൃശൂർ സെൻട്രൽ സർക്കിൾ ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ആടലരശൻ, മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ എന്നിവർ മുഖ്യാതിഥികളായി. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ജനങ്ങളുടെ സഹകരണത്തോടെ വനത്തിലേക്ക് തന്നെ തിരിച്ചുകയറ്റി വിടാൻ അംഗങ്ങൾക്കാവശ്യമായ പരിശീലനം നൽകുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത്. മച്ചാട് സാന്ത്വന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി നഴ്സിംഗ് സംവിധാനവും സന്നദ്ധ സേവനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്
എല്ലാ വീടുകളും കൃത്യമായി വീടുകളിലെത്തി പരിചരിക്കുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മച്ചാട് സാധന സൊസൈറ്റി പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന സൊസൈറ്റി ബോർഡ് മെമ്പർമാരായ എൻ ജി സന്തോഷ് ബാബു, എ കെ സുരേന്ദ്രൻ, സി കെ ബൈജു, സി സുരേഷ് എന്നിവർ സംസാരിച്ചു. സാന്ത്വന സൊസൈറ്റി സെക്രട്ടറി ടി പരമേശ്വരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി സി സജീന്ദ്രൻ നന്ദിയും അറിയിച്ചു. തങ്കലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു പദ്ധതിക്കാണ് നമ്മളിന്നിവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി മച്ചാട് സ്വാതന്ത്ര്യ സൊസൈറ്റി എന്നുള്ള പേരിൽ സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്കും അതുപോലെ പെട്ടെന്ന് അപകടമുണ്ടാകുന്ന രോഗികൾക്കുമൊക്കെ ഒരു സ്വാതന്ത്ര്യ സ്പർശമായി അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്ന പരിപാടിയിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി അവർക്ക് ആവശ്യമായ മരുന്നുകളൊക്കെ നമുക്ക് ശേഖരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. പക്ഷേ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പോയാൽ പോരാ. ഈ പഞ്ചായത്തിൽ ഏകദേശം 100ഓളം വരുന്ന കിടപ്പ് രോഗികൾക്കൊരു സ്വാതന്ത്ര്യമേകാൻ, ഒരു തണലായി മാറാൻ നമ്മുടെ സ്വാതന്ത്ര്യ സൊസൈറ്റിക്ക് കഴിയണം എന്നുള്ള നിരന്തരമായിട്ടുള്ള നമ്മുടെ ഇതിലെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും ഒക്കെ പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഒരു വണ്ടിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് 4 വാർഡുകളിൽ അങ്ങനെ 4 ദിവസം 5 ദിവസം എടുത്തുകൊണ്ട് നമ്മുടെ 19 വാർഡുകളിലും, ഇനി 19 വാർഡായി, ഇപ്പോൾ 18 ഉള്ളൂ, 19 വാർഡുകളിലും സ്വാതന്ത്ര്യ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 13-ന് സമാധാന യാത്ര സംഘടിപ്പിക്കുമെന്ന് ഫാദർ സിൻഡോ നങ്ങണെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ IPS, ഫാദർ ജൂലിയസ് അറയ്ക്കൽ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി എന്നിവർ മുഖ്യാതിഥികളാകും. ഐക്യവും സൌഹാർദ്ദവും വർദ്ധിപ്പിക്കുക, സമാധാന അന്തരീക്ഷം വളർത്തുക, സാമൂഹിക ഏകോപനം ഉറപ്പാക്കുക, സ്വാതന്ത്ര്യദിനത്തിന്റെ അന്തസത്ത കാത്തു സൂക്ഷിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ ജെയിംസ് നീലങ്കാവിൽ, വിനോദ് രംഗരാജ് എന്നിവരും പങ്കെടുത്തു. വിശുദ്ധ എവുപ്രാസമയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര തൃശൂർ ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വള്ളൂരാൻ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ടാജ് ആന്റണിക്ക് കൈമാറി നിർവഹിച്ചു. മേരിമാത ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജിയോ ആലപ്പാട്ട്, സെന്റ് മേരീസ് കോൺവെന്റ് മദർ സിസ്റ്റർ ഹംബലിൻ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി സിസ്റ്റർ റാണി ജോൺ, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ, ഫിനാൻസ് കൺവീനർ പോളി കുളങ്ങര എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. TN ജയചന്ദ്രൻ IASന്റെ നവതിയോടനുബന്ധിച്ച് തുമ്പമൺ തങ്കപ്പൻ എഴുതിയ നവതിയുടെ നിറവിൽ എന്ന പുസ്തകം 13-ന് സാഹിത്യ അക്കാദമിയിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് തുമ്പമൺ തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5:30-ന് K. സച്ചിദാനന്ദൻ TN ജയചന്ദ്രന് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്യും.
മുൻ MP CN ജയദേവൻ, മുൻ മന്ത്രി KP രാജേന്ദ്രൻ, റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ G മോഹനചന്ദ്രൻ, CP അബൂബക്കർ എന്നിവർ പങ്കെടുക്കും. ഓണക്കാലമായതോടെ കിഴക്കുംപാട്ടുകരയിൽ കുമ്മാട്ടി മഹോത്സവത്തിന്റെ ആരവമുണർന്നു. കുമ്മാട്ടിക്കളിയുടെ ഈറ്റില്ലമായ കിഴക്കുംപാട്ടുകര ഫ്രണ്ട്സ് ഓഫ് രാജർഷി കുമ്മാട്ടി സംഘത്തിന്റെ ബ്രോഷർ പ്രകാശനം ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ വസുദേവ് മേനോൻ നിർവഹിച്ചു. കുമ്മാട്ടി സംഘം പ്രസിഡന്റ് പ്രശാന്ത് കൊല്ലുള്ളി അധ്യക്ഷത വഹിച്ചു. വിനു വേണുഗോപാൽ, ദീപക് KV, സുരേഷ് ഹിമാസ്, ആനന്ദ് ഗോപുരത്തിങ്കൽ, ഷോബിൻ തോമസ്, പ്രശാന്ത് KK, പ്രവീൺ സുഗുണൻ, ആന്റണി ജോബി, അബി പോളി, അമൽ ആലുക്ക, രതീഷ് കുന്നമ്പത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ദേശീയ ചാമ്പ്യനെ ആദരിച്ചു. സെപ്റ്റംബർ 7-നാണ് ചരിത്ര പ്രസിദ്ധമായ കുമ്മാട്ടി മഹോത്സവം. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ IHRDയുടെ മോഡൽ പോളിടെക്നിക് കോളേജുകളിലേക്കും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്കും ഡിപ്ലോമ 1-ാം വർഷത്തിലെ 2-ാം ഘട്ട അലോട്ട്മെന്റിനു ശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. SSLC-യാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ളവർ അതത് ജില്ലകളിലെ മോഡൽ പോളിടെക്നിക് കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. ചേലക്കര പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ 4.96 ലക്ഷം രൂപ ചിലവിൽ സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ നിർവഹിച്ചു. ശീതീകരിച്ച ശുദ്ധജലം വാട്ടർ ATM വഴി ലിറ്ററിന് 1 രൂപ നിരക്കിൽ ലഭ്യമാകും. നിരീക്ഷണത്തിന് CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികർക്കും വിദ്യാർത്ഥികൾക്കും ഉപയോഗിക്കാം. 5 ലക്ഷത്തിലടുത്ത് രൂപ ചിലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, സ്ഥിരം സമിതി അംഗങ്ങളായ KK ശ്രീവിദ്യ, PK ജാനകി, പഞ്ചായത്ത് അംഗങ്ങളായ T ഗോപാലകൃഷ്ണൻ, നിത്യ തേലക്കാട്ട്, അംബിക, LC മണികണ്ഠൻ, സെക്രട്ടറി M ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര ക്യാമ്പസിൽ ആരംഭിച്ച കോമൺ ഇൻക്യുബേഷൻ ഫെസിലിറ്റി റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ആന്ധ്ര ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം, സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മോഡൽ പദവി ലഭിച്ച ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രഖ്യാപനത്തോടെ നിലവിൽ വന്നു. തെക്കുംകര വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയ BJP സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. മച്ചാട് സാന്ത്വനം സൊസൈറ്റി തെക്കുംകര പഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.